നമസ്കാരം, ലക്ഷ്മികാന്താണ്, എൽസൺ റോസ് കൊച്ചി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ രണ്ട് കിടുക്കാച്ചി വീടുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് കൂനമാവ് കൊച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മെയിൻ ഹൈവേ നിന്നും 500 മീറ്റർ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് വീടുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു റിക്വസ്റ്റ് ഉണ്ട്, വേറൊന്നുമല്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എല്ലാവരും വീടുണ്ടായേക്കാം, പക്ഷേ വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. കാര്യം അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീടുകളുടെ പ്രത്യേകത എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ആദ്യമായി ഈ വീടിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വീടിൻ്റെ മുമ്പിൽ കയറി വരുമ്പോൾ നല്ല അടിപൊളി ഗേറ്റാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. പിന്നെ ഈ വീടിന് നമ്മൾ മുമ്പിൽ തന്നെ കയറി വരുമ്പോൾ ചെറിയൊരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂ ആണ് കയറി വരുമ്പോൾ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഗേറ്റ് ചെയ്തിരിക്കുന്നത് MS-ലാണ്. അത് ലേസർ കട്ടിംഗ് ആണ്. അതായത് ആര് കണ്ടാലും ഒന്ന് അട്രാക്ഷൻ ആയി പോകുന്ന ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും, അത് തന്നെ എക്സ്പെൻസീവുമാണ്. അപ്പോൾ ഇത് നമ്മൾ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഡിസൈനിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. സിറ്റ് ഔട്ടിലാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടിന് മുമ്പിൽ തന്നെ ഉള്ളത് നല്ല അടിപൊളി ചെങ്കലിൻ്റെ ഫിനിഷിംഗ് വരുന്ന ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കുള്ളിൽ തോന്നുന്നൊരു കാര്യം, ഇത് ഒറിജിനൽ ചെങ്കല്ല്, നാച്ചുറൽ ആയിട്ടുള്ള ചെങ്കൽ എന്നാ തോന്നുക. പിന്നെ ജനാലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആഞ്ഞിലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ജനാലയാണ്. ചെറിയ കൊത്തുവർക്കുകൾ ആകുമ്പോൾ ഇത് അട്രാക്റ്റ് ആവുന്ന ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ വരുന്ന ഡോറാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ, വീണ്ടും മുമ്പിൽ കയറി വരുന്ന ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ തേക്ക് കൊണ്ടാണ്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹിഞ്ചസ് ഇതായിരുന്നാലും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുകൊണ്ട് കാലോളം കിടന്നോളും. പിന്നെ ഒരു വെറൈറ്റി കൂടി എനിക്ക് ആകർഷകമായത് വേറൊന്നുമല്ല, ഇവിടുത്തെ ടെസ്റ്റർ വർക്കാണ്. കയറി വരുമ്പോഴുള്ള ഈ വർക്ക് ഈ വീടിന് വളരെയധികം അട്രാക്ഷനാണ്. പിന്നെ ഇതിലേക്ക് വേറൊരു കാര്യം മനസ്സിൽ ശ്രദ്ധേയമായി തോന്നിയത് വേറൊന്നുമല്ല, ഇവിടുത്തെ ഈ മരത്തിൻ്റെ വർക്കൊക്കെ വളരെയധികം വീതി കൂടുതലാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണാത്തൊരു പ്രത്യേകതയാണ്. പിന്നെ വരുന്നൊരു വേറൊരു കാര്യം കൂടി, മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വീട് 1250 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നത് 3 ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട് മേളിൽ. ഓക്കെ, നമുക്കിനിപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറാം പ്ലീസ്. ഇവിടെ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, കയറി വരുമ്പോൾ തന്നെ ഒരു ഡ്രോയിങ് റൂമാണ്. അതിനോട് കൂടി തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ഡൈനിങ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വളരെയധികം എല്ലാവർക്കും പറയുന്ന പോലെ ഒറ്റ ഒരു ഹോളായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ എനിക്ക് വേറെ ആകർഷകമായ കാര്യം വേറൊന്നുമല്ല, ഇവിടുത്തെ ഈ ഇൻറ്റീരിയർ വർക്കാണ്. മുകളിൽ നോക്കി അറിയാം, ജിപ്സം ബോർഡിൽ പ്രൊഫൈൽ ബീഡിങ് ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഡ്രോയിങ് റൂമും ഡൈനിങ് റൂമും കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതൊരു L ഷേപ്പിലാണ്. അത് ചെയ്തെടുക്കുക എന്നുള്ളത് ആ പ്ലാൻ ചെയ്യുന്ന ആളുടെ കലാവിരുദ്ധം തലയുമാണ്. പിന്നെ എനിക്ക് വേറെ ആകർഷകമായ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ഈ പണിത ഈ ബിൽഡർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഈ ടൈൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കജാരിയുടെ ടൈലാട്ടോ, ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ അപ്പോക്സി, ഇതിനിടയിൽ ലീക്ക് അടിക്കാതിരിക്കാണ്ട് ഒരു അപ്പോക്സിയും കൂടി ചെയ്തത് നമുക്ക് അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീടുകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ടൈലുകളെല്ലാം കുറച്ച് ക്വാളിറ്റി ഇട്ടിട്ട് നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ ആ രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. 100% ഗ്യാരണ്ടി ഞാൻ തരാണ് നിങ്ങൾക്ക്. ഇവിടെ L ഷേപ്പിൽ പറഞ്ഞ പോലെ ഡൈനിങ് വളരെയധികം വിശാലമായ ഡൈനിങ് ആണ് ഉള്ളത് കേട്ടോ. അതായത് 8 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് ഒരേ സമയം തന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സൗകര്യമുള്ള ഒരു ഡൈനിങ് ആണ്. അതിൻ്റെ അടുത്ത് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിൻ വിത്ത് ഹാഫ് പെഡസ്റ്റലും കൂടി കൊടുത്തിട്ടുണ്ട്, അതും സിംബോളോ കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇവിടെ വരുന്നത് 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡും ഒരു കിച്ചണുമാണ്. അപ്പോൾ നമുക്ക് ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യത്തിലൂടെയുള്ള ഏരിയ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. പിന്നെ ബാത്റൂം ആയാലും ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഫുള്ളി ബ്രാൻഡഡ് ആണ്. നമ്മുടെ സിംബോളോ കമ്പനിയുടെ ക്ലോസറ്റ് ആട്ടോ.
പിന്നെ ടൈലാണെങ്കിലും 2x2 മാറ്റ് വിട്രിഫൈഡും അതിന് മാച്ച് ആയിട്ടുള്ള വാൾ ടൈലുമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 4x2 ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് വെച്ചാൽ ഇവർ ഗ്ലിറ്ററിങ് അപ്പോക്സിയാണ് ഇതിന്റെ ഇട അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജന്മത്ത് ലീക്ക് വരുന്നുള്ള പേടി ആർക്കും വേണ്ട. പിന്നെ റെയിൻ ഷവർ വേറൊരു അട്രാക്ഷൻ ആണ്. കുളിക്കുമ്പോൾ മഴയത്ത് നിൽക്കുന്ന ഫീൽ കിട്ടുന്ന ഷവറും ഇവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഹീറ്ററിനുള്ള പ്രൊവിഷൻ കൂടി ഇവരിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട് വാങ്ങിക്കുന്ന ഒരു വ്യക്തി ഒരു ഹീറ്റർ മാത്രം മേടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സെറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കിനി മറ്റൊരു ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതും ഈ പറഞ്ഞ തന്നെ സൗകര്യമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഈ ബാത്റൂമിൽ വരുമ്പോൾ അപ്പുറത്തെ ബാത്റൂമിൽ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ടൈൽസ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 4x2 ടൈലിന്റെ തന്നെ വിട്രിഫൈഡ് ടൈലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇടയിലും ഗ്ലിറ്ററിങ് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്ലോർ ടൈലായാലും അതിന് തന്നെ മാച്ച് ആവുന്ന നല്ല ഷുഗർ ഫിനിഷിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്ലോസറ്റ് ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംബോളോ, അതായത് ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്തിട്ടില്ലെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനിയാണ് വീടിന്റെ മെയിൻ ഒരു സംഭവം വരുന്നത്. ഇത് ഈ വീടിന്റെ അടുക്കളയാണ്. നമുക്ക് അടുക്കളയും കൂടി കണ്ടു കളയാം. നല്ല അടിപൊളി കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗാലക്സി ടൈലാണ് ഇവർ കബോർഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് തന്നെ ഹാൻഡ് മെയ്ഡ് സിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. 2 ടാപ്പുകൾ, ചൂടുവെള്ളം തണുത്ത വെള്ളത്തിന് വേണ്ടി 2 ടാപ്പും കൂടി ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിലെ വേറെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ കബോർഡുകൾ. PVC വിത്ത് സ്റ്റീൽ ബോഡിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മരം കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ കെട്ടുപോകാനോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരു 25 വർഷം അനങ്ങാതെ കിടന്നോളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹിഞ്ചസ് പോലും സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ആണ്. അതുകൊണ്ട് ഒരു കാലത്ത് തുരുമ്പിക്കില്ല എന്നുള്ള 100% ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് താഴത്തും കുറെ കബോർഡ് വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. സെയിം മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇതുണ്ടോ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഡ്രോയറിൻ്റെ അകത്ത് വെക്കാനും ഇവിടെ സൗകര്യമുണ്ട്. പാത്രങ്ങളായാലും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പ്ലേറ്റുകൾ അങ്ങനത്തെ സാധനം, മറ്റേ കിച്ചൺ ആക്സറീസ് എന്തൊക്കെയാണോ അതിൻ്റെ അകത്ത് വെക്കാനുള്ള സൗകര്യം കൂടി ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ളൊരു അടുക്കള തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല രീതിയിലുള്ള കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, അതും വെരി ഹൈ ക്വാളിറ്റിയിലൂടെ. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ അടുക്കളയുടെ ഡീറ്റെയിലുകൾ. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലാണ്. മുകളിലത്തെ നിലയിൽ പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങളോട് ഞാൻ നിങ്ങളെ ഉറപ്പ് തരുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഈ മുകളിലേക്ക് പോകുന്ന ഈ റോഡ് SS 304 ആണ്. ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലായിട്ട് ഞാൻ കാണുന്നത് മാസ്റ്റർ ലെഗ്സ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ സപ്പോർട്ട്, കൂടുതൽ വെയിറ്റ് വന്നാലും ഇത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പിന്നെ വരുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഈ മുകളിൽ കയറുന്ന ഭാഗത്ത് ഇവർ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ ഫുള്ള് ഫിഷ് ബ്ലാക്ക് ലപ്പോത്ര എന്നൊരു ഗ്രാനൈറ്റാണ്. അത് വർഷങ്ങളോളം കിടന്നോളും, അതാണ് വേറെ പ്രത്യേകത. പിന്നെ നമുക്ക് സാധാരണ പോലെ ഇന്റീരിയർ വർക്കിൽ ഇവർ ലൈറ്റ് സൈഡിൽ ഒരുപാട് ചെറിയ ചെറിയ LED ലാംപ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവർ ചെയ്തിരിക്കുന്നത് SS 304ന്റെ ഹാൻഡ് റെയിൽസ് ആണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് സ്ട്രോങ് ആണ്, സോളിഡ് ആണ്, ഒരു കാലത്തും ഇത് പോവില്ല. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ, കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് കയറുന്നത് ഒരു T ജംഗ്ഷൻ പോലത്തെ സ്ഥലത്താണ്. വേറൊന്നുമല്ല, ഈ കുഞ്ഞു സ്ഥലത്ത് ഇവർ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ കയറി വരുന്ന റൈറ്റ് സൈഡ് തിരിഞ്ഞാൽ നല്ല അടിപൊളി ബാൽക്കണിയും, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമും, പ്ലസ് ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചെറിയൊരു ഏരിയയിലാണ് ഇവർ ഇത്രയും സംഭവം ചെയ്തിരിക്കുന്നത്. പ്ലസ് ഇവിടെ ഇട്ടിരിക്കുന്ന ടൈല് നമ്മൾ നേരത്തെ പറഞ്ഞ ഖജാരിയുടെ തന്നെ 4x2 ഫുൾ ബോഡിയാണ്. പിന്നെ ഈ പറഞ്ഞ അപ്പോക്സി വർക്കും ഇതിലൂടെ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലുള്ളത് ഒരു ബെഡ്റൂം ആണ്, അതും കൂടി നമുക്കൊന്ന് കണ്ടു കളയാം. നമ്മൾ താഴത്തെ കണ്ടതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വിസ്തൃതി ഏറിയ ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതായത് നമുക്ക് താഴത്തേക്കാൾ കുറച്ച് ഏരിയയും കൂടി വലുതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൈൽസൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഖജാരി തന്നെയാണ്. ജനാലയിൽ ഉപയോഗിച്ചിരിക്കുന്ന മരത്തടി എന്നുള്ളത് ആഞ്ഞിലിയാണ്. പിന്നെ പറഞ്ഞ അത്യാവശ്യം എല്ലാ വർക്കും ചെയ്തിട്ടിരിക്കുകയാണ്.
പിന്നെ ഇവിടെ ഉള്ളത് ഈ പറഞ്ഞ തന്നെ നമുക്കൊരു ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. ബാത്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംബോളന്റെ ടൈലാണ്, സിംബോളന്റെ കമോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ടൈൽസ് ആയാലും നേരത്തെ പറഞ്ഞ തന്നെ 4x2 വളരെയധികം അട്രാക്ഷൻ ആയ വേറെ ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്ലോർ ടൈലും നേരത്തെ പറഞ്ഞ ഷുഗർ ഫിനിഷ് ആണ് 2x2. പിന്നെ ഈ പറഞ്ഞ ബേസിൻ കൊടുത്തിട്ടുണ്ട്, കുളിമുറിനകത്ത് റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ കോർണർ ഷെൽഫ്, സോപ്പ് ഡിഷ്, ടവൽ ഇടാനുള്ള റാഡ്, അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി കൊടുത്തുള്ള അടിപൊളി കിടു ബാത്റൂം കൂടിയാണിത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ ഏറ്റവും അട്രാക്ഷമായ ഒരു സ്ഥലത്തേക്കാട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആ ബാൽക്കണിയിലേക്കാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആണ്, കാറ്റ്, അത് തന്നെ നല്ല പ്രകാശം കാര്യങ്ങളാണ്. അത് തന്നെ ലൈറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന വളരെയധികം അട്രാക്ഷനായ ഒരു കാര്യമാണ് കേട്ടോ. ഈ വീടിൻ്റെയൊക്കെ രാത്രി വന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീട് മേടിക്കാതിരിക്കില്ല എന്നുള്ള 100% ഉറപ്പാണ്. അത്രയ്ക്ക് കിടു വ്യൂ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അടുത്താണെങ്കിൽ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, പിന്നെ ആശുപത്രി ഉണ്ട്, വേണ്ട എല്ലാ സൗകര്യങ്ങളും 24 മണിക്കൂറും യാത്രാ സൗകര്യമുള്ള റോഡുകളാണ് വരാൻ പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന വേറെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് വിത്ത് SS304 സ്റ്റീൽ വർക്കാട്ടോ. അതായത് ഈ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഷോ വരുന്നൊരു സംഭവമാണിത്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് ഈ വീടുകളിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻസോ കല്യാണമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് ഇവിടെ ഫുഡ് സെർവ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഈ പറഞ്ഞ വാഷ് ബേസിൻ വെക്കാനുള്ള സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ വാട്ടർ ടാങ്ക് ഉള്ളത് 2ാമത്തെ നിലയുടെ മുകളിലാണ്. അപ്പോൾ മുകളിൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുകളിൽ പോകാനായിട്ട് ഇവിടെ നല്ല അടിപൊളി ഹാൻഡ് റെയിലായിട്ടുള്ള വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കയറി ടാങ്ക് ക്ലീൻ ചെയ്യാനും പിന്നെ ഈ പറഞ്ഞ പാരപെറ്റ് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും കൂടി ഒരു സൗകര്യം കൂടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഈ വീട്ടിലേക്ക് വരാനുള്ള വഴിയാണ് ഇതാ കാണിക്കുന്നത്. ജസ്റ്റ് ടാർ ചെയ്ത റോഡാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ കാണുന്ന ആദ്യത്തെ വീടാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇവിടുത്തെ ബിൽഡർ നമ്മുടെ മധുസാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മധുസാറേ, കൂടുതൽ വിവരങ്ങളൊന്ന് പറഞ്ഞോളൂ. ഈ വീട് NH66 നിന്നും 500 മീറ്റർ മാറി കൂനമ്മാവിനടുത്ത് കൊച്ചാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വീട് പണിതിരിക്കുന്നത്. മെയിൻ റോഡ് ആക്സസ് തൊട്ടടുത്തുണ്ട്. 30 മീറ്റർ അപ്പുറത്ത് റബ്ബറൈസ്ഡ് ടാർ റോഡാണ്. ഈ റോഡിൻ്റെ ആക്സസ് വീടിൻ്റെ വീട്ടിലേക്ക് കയറാനുള്ള 4 മീറ്റർ വീതിയിലാണ്, 14 അടി വീതിയിലാണ് റോഡ് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ഏകദേശം 1250 സ്ക്വയർ ഫീറ്റ് 3 സെൻറ്റ് സംതിങ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡാണ്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 1 ബെഡ്റൂം, എല്ലാം അറ്റാച്ച്ഡാണ്. വണ്ടി 2 കാർ കയറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുടിവെള്ളം, കറണ്ട് എല്ലാ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുവായിട്ട് നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരുന്നത്. അപ്പോൾ വേറെ സന്തോഷ വാർത്തയും കൂടി സാറിൻ്റെ അടുത്ത് പറയണ്ടായി. കാര്യം ഒരു വീട് വെക്കുമ്പോൾ ആ ബിൽഡർ തന്നെ നമ്മുടെ പേപ്പർ വർക്ക്, ബാങ്ക് വർക്ക്, 3-5 ബാങ്ക് ഓപ്ഷൻ കൂടി അവർ തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് സാറ് പറഞ്ഞ് കേൾക്കാം. എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നാഷണൽ ബാങ്കായ SBI, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC, ICICI ബാങ്ക്, അങ്ങനെ എല്ലാവിധ ബാങ്കുകളായിട്ട് ഞങ്ങൾ ടൈപ്പ് ഉണ്ട്. ഞങ്ങളായിട്ടുള്ള പഴയ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഞങ്ങൾക്ക് കുറേ നിങ്ങൾ വേണ്ട വിധ ഹെൽപ്പുകൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായും. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് സന്തോഷമായ വാർത്തയാണ് വരുന്നത്. കാര്യം നമ്മളൊരു വീട് അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇവരിൽ ബന്ധപ്പെടാവുന്നതാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ NH66 നിന്നും ഈ വീട്ടിലേക്ക്. കാറ് വരും. ഒരു സമയം 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട്. പൈസയുടെ കേസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ പേപ്പർ വർക്കും സാർ ചെയ്തു തന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ച മധു സാറിന് നന്ദി പറയുകയാണ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. L7 വ്ലോഗ്സ് കൊച്ചിൻ. ഓക്കെ, ബൈ.